மினிஸ்டர் சந்தான வீட்டு கல்யாணத்துக்கு ஃபர்னிச்சர் கொண்டு வந்திருக்கேன். டைம் ஆகுது, சீக்கிரம் கொஞ்சம் வழி விடுங்க. மினிஸ்டர் வீட்டுக்கா? ஆமா சார். என்ன மினிஸ்டர் வீட்டுக்கு ஃபர்னிச்சர் உள்ள எடுத்து போடு. ஆமா, இந்த மூஞ்சியை எங்கேயோ பாத்திருக்கேன். இல்ல சார், நாங்க பிறந்ததுக்கு அப்புறம் இப்பதான் முதல்ல வெளியே வர்றேன். எங்கேயோ கேட்ட குரல். அது ரஜினிகாந்த் படம் சார். சார் ஃபர்னிச்சர் உள்ள போறணும். சரி சரி, ஃபர்னிச்சர் எல்லாம் உள்ள போட்டு சீக்கிரமா திருப்பி வெளியே போ. போ போ. பாத்து பாத்து என்னமா அதெல்லாம்? மாப்பிள, என் பொண்ணை கல்யாணம் பண்ண அப்புறம் நீங்க தனி கொடுத்தனும் போக வேண்டாமா? அதுக்கு தான் இந்த ஏற்பாடெல்லாம். നീ എവിടെ പോണു? ഒരു ടീ പോയി എടുത്തിട്ട് അതിന്റെ മുകളിൽ ഫ്ലവർ വേണ്ട വേണ്ട. കാര്യങ്ങളെല്ലാം വളരെ കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ടിരിക്കണം. നമ്മളെ ആർക്ക് സംശയമൊന്നുമില്ല. ഞങ്ങളെ കണ്ട സംശയം തോന്നുന്നില്ലല്ലോ. കൊളമാക്കരുത്. ഞാൻ ഇന്ന് വരെ സംഭവം കൊളാക്കിയിട്ടില്ല. ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഗായത്രി റൂമാണ്. ഞാൻ നിങ്ങൾ ഓരോരുത്തരും ഓരോ വഴിക്ക് പോകണം. ഞങ്ങളൊക്കെ ഓരോ വഴിക്കാക്കിയിട്ട് അവസാനം മുതലാളി പെരുവഴിയിലാവരുത്. ആ പേടി എനിക്കുണ്ട്. ഇനി നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് സംസാരിക്കാം. നമുക്ക് പിരിയാം. തലയില്ലാത്ത മനുഷ്യനാവും. പാണ്ടി, ഇത് പോണ്ടിച്ചേരിയാ. ഡീസന്റ് ആയിരിക്കണം, മനസ്സിലായ? ഗായത്രി யோ, என்ன அது? யார் அவன்? அழுதம். പൊറോട്ട അടിക്കുന്നു. ഒന്ന് സാധകം ചെയ്തിട്ട് എത്ര നാളെ? ഇങ്ങനെയാണ് പൊറോട്ട അടിക്കണം. മാറിക്കടാ മാറിക്കട. என்னங்குது? സാൾട്ട് സാൾട്ട്. இப்படியா പൊറോട്ട അടിക്കുന്നത്? ഇതാണ് പൊറോട്ട അടി. ഇനി മുമ്പോട്ടടി കാണണോ? അത് ഞാൻ കാണിച്ചു തരാടാ. ഫിംഗർ ചിപ്സ് റെഡിയാ? ഫിംഗർ ചിപ്സാ ഇപ്പൊ തരാം. എന്താ ഫിംഗർ ചിപ്സ്? ഈശ്വര, കള്ളു കുടിച്ച് നടക്കാം മനുഷ്യന് പണി ഉണ്ടാക്കാൻ. ഈ റൂമിൽ ഞാൻ വന്ന് വിളിച്ചോളാം. കൂട്ടാൻ പറ്റിയത് നന്നായി. ഇനിയിപ്പം പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ വിചാരിക്കും. ഗായത്രി നീ ഇവിടെ വന്നോ? ഒന്ന് മാറിയ ഒരു വഴിയാ. அறிவு கட்ட முண்டம், பாத்து பண்ணு. என்ன சம்பந்தம்? டேய், அறிவிட்ட முண்டோ, எங்கடா பாத்து போற? எடுத்துறியாடா ராஸ்கல். ഇതിനിടയിൽ പെണ്ണുങ്ങളൊക്കെ പിടിക്കണോ? തെണ്ടി പോരാ അവിടെ. ഊട്ടിക്ക് അതിന്റെ അപ്പനുണ്ട്. അവിടെ ഞാൻ വന്ന് വിളിച്ചോളാം. இந்த பர்னிச்சர் பார்ட்டி உள்ள போனதாக்கும். இதுவரை காணலையே. இவன்மாരെ எവിടെ போய் கிடக்கு? இங்க என்ன பண்ணிட்டு இருக்க?
ഒന്നുമില്ല സാർ, ഞാൻ അപ്പടിയെ വണ്ടി നിന്ന്. സെക്യൂരിറ്റി എല്ലാം കീഴെ ഇറക്കണം. ശരി സാർ. ഓ സെക്യൂരിറ്റി പിന്നെ കീഴിലാണ്ട് മന്ത്രിയുടെ മേലെ ഇരിക്കും. നീ എന്തായി കാണിക്കണേ? എടാ എന്റെ ശത്രു എലി. ആ എലിയല്ല, ഇത് പോണ്ടിച്ചേരി എലിയാ. ആര് പറഞ്ഞു? ഇത് അവൻ തന്നെയാ. എന്നെ ഫോളോ ചെയ്ത് നടക്കുക. ഞാൻ പുതിയ പാസ്പോർട്ട് അപ്ലൈ ചെയ്ത വിവരം അവൻ അറിഞ്ഞു കാണും. നീ കള്ളുപിടിച്ചിട്ടുണ്ടല്ലേ? അല്ല, ബ്രാൻഡി ബ്രാൻഡി. ഇല്ല, ഇത് അവൻ തന്നെയാണ്. മിണ്ടാതിരുന്നോ, ഇനി ഞാൻ വന്ന് വിളിക്കുമ്പോ വന്നാ മതി. വിളിക്കണേ. അല്ല, അപ്പൊ ഈ വാതിൽ അടക്കണല്ലേ? ആരില്ല ഇവിടെ. അപ്പൊ ഇതിന് വേറെ വാതിലുണ്ടായിരുന്ന? അല്ലാണ്ട് പിന്നെ ഞാനെങ്ങനെ ഇവിടെ വരും? അപ്പൊ അവന്മാരും അങ്ങനെ തന്നെയാ. ഇതൊരു ഹോം മിനിസ്റ്ററുടെ ഹോമാണ്. ഈ ഹോം ഒരു ഫാം ആക്കരുത്. ഞാൻ ആ കുട്ടി ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. എന്നാ പണിച്ചൽ പോട്ട് കുടിക്കില്ല? ശരി സാർ. വാടാ. എന്റെ കടവുളെ, ഇവന്മാര് തീവ്രവാദികളാണ് ഞാൻ തോന്നുന്നത്. ഇവന്മാർക്ക് അകത്ത് പോകാൻ പെർമിഷൻ കൊടുത്ത ഞാനാ. ഏതാവത് നടന്ന എന്റെ ജോലി പിന്നെയും പോകും. ഞാൻ തനിയെ ഇവന്മാരെ പിടിച്ചാൽ എനിക്ക് പ്രൊമോഷൻ ഉറപ്പ്. എന്നാ ഗ്യാസാ? ഗ്യാസ് എല്ലാം കീഴെ, മേലെ വരക്കൂടാது. ഇല്ല സാർ. என்னது? ப்ளஸ் பண்ணுங்க சார். உன்னை படிக்கிட்ட நிக்க சொன்னா காலுக்கு என்ன பண்ற? போட வெளி. சரி சார். கிடைச்சாச்சு எனக்கு ப்ரமோஷன் உറപ്പ്. കിട്ടിപ്പോയി. நீங்க எனக்கு கடவுள் மாதிரி. இனியும் ப்ளஸ் பண்ணுங்க சார். போட